Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബി.ജെ.പി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പയ്യന്നൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ നിർവഹിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകം ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് MSF കണ്ണൂരിൽ നടത്തിയ DIG ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃക്കരിപ്പൂരിൽ മാർബിൾ തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തിത്തുറന്ന് 75,000 രൂപ കവർന്നു. പണം നഷ്ടമായത് തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിനടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രാജസ്ഥാൻ സ്വദേശികളുടെ. ഉത്തരമലബാറിലെ പ്രധാന കാവുകളിലൊന്നായ അന്നൂർ തലയന്നേരി പൂമാലക്കാവിൽ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് വലിയ കഞ്ഞി നിവേദ്യം വടക്കൻ കേരളത്തിലെ കാവുകളിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ചടങ്ങ്. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പയ്യന്നൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ നിർവഹിച്ചു. ബി.ജെ.പി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പയ്യന്നൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ നിർവഹിച്ചു. പയ്യന്നൂർ മാരാർജി മന്ദിരത്തിന് സമീപത്തായാണ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചത്. ലോകത്ത് ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നതിൽ വലിയ പങ്കാണ് നരേന്ദ്രമോദി സർക്കാർ വഹിച്ചതെന്നും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരേണ്ടത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2 വന്ദേ ഭാരത് ട്രെയിൻ വന്നതിന് വേണ്ടി ഞാൻ വരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിനെ റിക്വസ്റ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഉണ്ണിത്താൻ, പക്ഷെ അതൊന്നും ഒരു MP രാജ്ഭവൻ ഉണ്ണിത്താനും കൊണ്ടുവന്ന വികസനങ്ങളല്ല. വന്ദേ ഭാരത് കാസർഗോഡ് വരെ നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ ഇടപെട്ടത് കേന്ദ്രമന്ത്രിയായ V. മുരളീധരൻജി എന്നത് എല്ലാവർക്കും കൂടി അറിയുന്ന സത്യം. അതുപോലെ ഹൈവേ വികസനം സംസ്ഥാന സർക്കാർ ഒരു സപ്പോർട്ടും ചെയ്യാണ്ട് കേന്ദ്ര സർക്കാർ ഹൈവേ മിനിസ്ട്രിയോ ഹൈവേ അതോറിറ്റിയോ. ദേശീയ ജനാധിപത്യ മുന്നണി ചെയർമാൻ AK രാജഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷനായി. നേതാക്കളായ പനക്കീൽ ബാലകൃഷ്ണൻ, സന്തോഷ് കൊട്ടാരത്തിൽ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, C. നാരായണൻ, CK രമേശൻ മാസ്റ്റർ, MB രവീന്ദ്രൻ, മുരളീകൃഷ്ണ വാര്യർ, P. രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് MSF കണ്ണൂരിൽ നടത്തിയ DIG ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. 2 പ്രവർത്തകർക്ക് പരിക്കേറ്റു.
ഉച്ചയ്ക്ക് 12 മണിയോടെ കണ്ണൂർ കാൾടെക്സിൽ നിന്നാണ് MSF പ്രവർത്തകർ പ്രകടനമായി DIG ഓഫീസിന് മുന്നിലെത്തിയത്. ഓഫീസിന് മുന്നിൽ കണ്ണൂർ SP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. തുടർന്ന് പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. തുടർന്ന് മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാണാതിരിക്കുന്നത്? ഞങ്ങൾ പറയുന്നത് സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരനെ ഒരു ക്യാമ്പസിൽ കെട്ടി തൂക്കി കൊന്നിട്ട് ആ കൊലപാതകത്തിന് ശേഷം ഇഞ്ചിഞ്ചായി ആ വിദ്യാർത്ഥിയെ മുഴുവൻ അപമാനിക്കുന്ന വാർത്തകൾ നിരന്തരമായി. സംസ്ഥാന സെക്രട്ടറി റുമൈസ് റഫീഖ് അധ്യക്ഷയായി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് താഹ തങ്ങൾ സംസാരിച്ചു. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയും ചെയ്തു. ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ തുടങ്ങിയത് വീണ്ടും സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി. ഇതിനിടയിൽ 2 പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. തൃക്കരിപ്പൂരിൽ മാർബിൾ തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തിത്തുറന്ന് 75,000 രൂപ കവർന്നു. തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിനടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രാജസ്ഥാൻ സ്വദേശികളുടെ പണമാണ് നഷ്ടപ്പെട്ടത്. ചന്ദേര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചക്രപാണി ക്ഷേത്രത്തിനടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രാജസ്ഥാനിലെ ദൗസ ജില്ലയിലെ ജലാൽപൂർ ഗ്രാമവാസി വിജേന്ദ്രനും ബന്ധുക്കളും താമസിച്ചു വരുന്ന വീടിന്റെ പിൻവാതിലിന്റെ പൂട്ട് കുത്തിപ്പൊളിച്ചാണ് മോഷണം നടന്നത്. മകൻ ലോകേഷ്, സഹോദരന്മാരായ ബ്രജേഷ്, വിനോദ് കുമാർ, ധർമ്മേന്ദ്ര എന്നിവർക്കൊപ്പം ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ പൂട്ട് തകർത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. വീടിനകത്തെ മുറിയിലെ ഇരുമ്പ് മേശയുടെ വലിപ്പ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് പണം കവർന്നത്. 25 വർഷമായി തൃക്കരിപ്പൂരിലും പയ്യന്നൂരിലുമായി രാജസ്ഥാൻ സ്വദേശികൾ മാർബിൾ തൊഴിൽ ചെയ്യുന്നവരാണ്. വിജേന്ദ്രനും കെട്ടിട ഉടമ ഷാഹുൽ ഹമീദും നൽകിയ പരാതിയിൽ ചന്ദേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പൊട്ടിച്ച് മുന്നത്തെ വാതിൽ പോയി നോക്കുമ്പോൾ തുറന്ന് കിടക്കുന്നുണ്ട്. എല്ലാം നോക്കുമ്പോൾ നമ്മുടെ ഒരു മറ്റേ ടേബിളുണ്ട്. ആ ടേബിളിന് റാക്ക് പൂട്ടിയിട്ടുണ്ടായിരുന്നു. സ്ക്രൂ ഡ്രൈവറുണ്ട് പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് 75,000 രൂപ ഉണ്ടായിരുന്നു. അത് പോയി. പരിസരത്തെ വീടുകളിലെ നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഉത്തര മലബാറിലെ പ്രധാന കാവുകളിലൊന്നായ അന്നൂർ തലയന്നേരി പൂമാലക്കാവിൽ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് വലിയ കഞ്ഞി നിവേദ്യമൊരുക്കി. വടക്കൻ കേരളത്തിലെ കാവുകളിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ചടങ്ങാണ് വലിയ കഞ്ഞി നിവേദ്യം. പൂരാഘോഷത്തിന്റെ തുടക്കമായ മീനമാസത്തിലെ കാർത്തിക നാളിന് മുൻപേയുള്ള 16 ദിവസങ്ങളിലെ ഞായർ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് വിശേഷപ്പെട്ട വലിയ കഞ്ഞി നിവേദ്യം ഒരുക്കുന്നത്. ജാതി ചിന്തകളില്ലാതെ ക്ഷേത്രം ഭാരവാഹികൾ നൽകുന്ന വിവരമനുസരിച്ച് അരി, ചക്ക, ചേന, പച്ചക്കായ, പച്ചമാങ്ങ, മത്തൻ, വെള്ളരി, കക്കിരി, തേങ്ങ, എണ്ണ, തൈര് തുടങ്ങിയ വലിയ കഞ്ഞിക്കുള്ള സാധനങ്ങൾ സമീപത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വീടുകളിൽ എത്തിക്കും. അവിടെ നിന്ന് സ്ത്രീകൾ എടുത്തുപിടിച്ച് വരവെന്ന ചടങ്ങിലൂടെ ക്ഷേത്രത്തിലേക്ക് വിഭവങ്ങൾ എത്തിക്കുന്നു. ക്ഷേത്രനടയിലെത്തിയ വിഭവങ്ങൾക്ക് അന്തിതിരിയൻ മഞ്ഞൾ കുറിയിട്ട് ശുദ്ധി വരുത്തുന്നു. തുടർന്ന് വിഭവങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും കാവുമായി ബന്ധമുള്ള കോയ്മമാർക്കും ഒരു നേരത്തേക്കുള്ള വിഭവങ്ങൾ നൽകിയ ശേഷം ബാക്കി മുഴുവനും ഉപയോഗിച്ചാണ് സ്വാദിഷ്ടമായ കഞ്ഞി തയ്യാറാക്കുന്നത്. മുൻകാലങ്ങളിൽ 101 സേർ പുഴുക്കലരിക്കനുസരിച്ചുള്ള വിഭവങ്ങൾ എന്നത് ഇപ്പോൾ 200 സേർ അരിക്കുള്ളതായി വർദ്ധിച്ചിട്ടുണ്ട്. ചക്കയാണ് കറിയിൽ പ്രധാനമെങ്കിലും പച്ചക്കായ, കടല, ചേന എന്നിവ ചേർത്തുള്ള കറിയും പച്ചമാങ്ങയും തൈരും ചേർത്തുള്ള പച്ചടിയും വലിയ കഞ്ഞിയിൽ ഉണ്ടാകും. ഓരോ വർഷവും മീനമാസത്തിലെ 4-5 ദിവസങ്ങളിൽ മാത്രമേ വലിയ കഞ്ഞി നടത്താറുള്ളൂ. ആദ്യകാലങ്ങളിൽ കാവിലെ പൂരക്കുഞ്ഞുങ്ങളും പൂരക്കളി പരിശീലനം നടത്തുന്ന ബാല്യക്കാരും കഴിച്ചിരുന്ന കഞ്ഞി ഇന്ന് ജനങ്ങൾ കൂട്ടമായി എത്തി കഴിക്കുന്ന പ്രസാദമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ട്രെയിനുകൾക്ക് പലയിടങ്ങളിലായി കല്ലെറിയുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് പോലീസ് പൊതുജനങ്ങളുടെ സഹായത്തോടെ പുതിയ നീക്കം നടത്തുന്നു. ജാഗ്രതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റെയിൽവേ ട്രാക്കുകൾക്ക് സമീപമുള്ള സ്കൂൾ വിദ്യാർത്ഥികളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ തുടങ്ങി. ചെറുവത്തൂരിനും പയ്യന്നൂരിനും ഇടയിൽ മാസങ്ങളായി വിവിധ ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയൽ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരം കാര്യങ്ങളിൽ പങ്കാളികളാകുന്നവരെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനാണ് അവബോധ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. റെയിൽവേ ട്രാക്കിലും പരിസരങ്ങളിലും സംശയകരമായ സാഹചര്യങ്ങളിൽ ആളുകളെ കാണുകയാണെങ്കിൽ ഇക്കാര്യം പോലീസിനെ അറിയിക്കുന്നതിനും കുട്ടികൾക്ക് നിർദ്ദേശം നൽകി. ചന്ദേര ജനമൈത്രി പോലീസിൻ്റെ നേതൃത്വത്തിലാണ് സ്കൂൾ കുട്ടികൾക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AP സ്കൂളിൽ നടന്ന പ്രഥമ ക്ലാസ് ചന്ദേര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ C. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ കളിക്കുമ്പോഴേ നമുക്ക് ഊർജ്ജസ്വലത ഉണ്ടാവുള്ളൂ. ഞാനൊക്കെ അങ്ങനെ പോയ ആളാണ്. ഇപ്പൊ കുറച്ച് തടി കൂടിയേ ഉള്ളൂ. നന്നായിട്ട് കളിക്കാനൊക്കെ അറിയുന്ന ആളാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ രീതിയിൽ നല്ല രീതിയിൽ കളിച്ച്, ചില ആൾക്കാരുണ്ട് ഇത് കളിച്ചു കഴിഞ്ഞിട്ട് നേരെ വരും, ഇംഗ്ലീഷ് പുസ്തകം എല്ലാം തുറന്നങ്ങനെ വെക്കും, പിന്നെ എന്ത് ചെയ്യും, പിന്നെ അങ്ങനെ നല്ല ലൈവായിട്ട് ഉറങ്ങും അല്ലേ, അവിടെ തന്നെ സോഫയിൽ പറഞ്ഞിട്ട് ഉറങ്ങും. ചില കഥാപാത്രങ്ങളുണ്ട്. ചില വീട്ടിൽ പോയപ്പോൾ ഞാൻ ചില വീടുകളിൽ പോയത് കൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. ഇതുവരെ അങ്ങനത്തെ മനുഷ്യജീവികളെ കണ്ടിട്ടില്ല. സ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് അധ്യക്ഷയായി. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം ക്ലാസ് എടുത്തു. അധ്യാപിക K. മേഴ്സി, ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ K. ഷിബു, P. ഗിരീഷ് കുമാർ, K. സജീഷ് എന്നിവർ സംസാരിച്ചു. ഒളവറ സങ്കേത ഗവൺമെന്റ് UP സ്കൂളിലും വിദ്യാർത്ഥികൾക്ക് ആദ്യ ദിനം അവബോധ ക്ലാസ് നടന്നു. ടി. മധുസൂദനൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മാതമംഗലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. ടി. മധുസൂദനൻ MLA സ്വിച്ച് ഓൺ നിർവഹിച്ചു. ടി. മധുസൂദനൻ MLAയുടെ 2022-23 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാതമംഗലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനുവദിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ടി. മധുസൂദനൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. സരിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PV വിജയൻ, PV ശങ്കരൻ, MV ദാമോദരൻ, M. വിജയകുമാർ, K. മധു തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം RJD കൺവെൻഷൻ തൃക്കരിപ്പൂർ P. കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്നു. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി EP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യത്ത് ഇനിയൊരു തെരഞ്ഞെടുപ്പുണ്ടാകില്ലെന്നും രാജ്യത്തെ ജനാധിപത്യം പാടെ ഇല്ലാതാകുമെന്നും രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി EP ദാമോദരൻ പറഞ്ഞു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം RJD കൺവെൻഷൻ തൃക്കരിപ്പൂർ P. കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20 ലക്ഷം പട്ടാളമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണകൂടം തെരുവിൽ നോക്കി നിന്ന് മൗനം പാലിച്ച ഒരു ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിക്ക് ഭാരതരത്നം നൽകുക എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കുക എന്നാണ് അർത്ഥം. അത് സ്വീകരിച്ച കോൺഗ്രസും അത് സ്വീകരിക്കരുതായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. വല്ലാത്തൊരു കോലത്തിലേക്കാണ് പോകുന്നത് ഈ രാജ്യം. മതേതരത്വം എന്നുള്ള വാക്കൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഭരണഘടനയുടെ കോപ്പി കൊടുത്തിട്ടുണ്ട് പാർലമെന്റ് അംഗങ്ങൾക്ക് കഴിഞ്ഞ ദിവസം. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം M. കുഞ്ഞമ്പാടി, ഭാരവാഹികളായ N. ഗിരിജൻ, TTV കുഞ്ഞികൃഷ്ണൻ, അലിക്കുമ്പള, EV ഗണേശൻ, M. മനു, PV തമ്പാൻ, E. ബാലകൃഷ്ണൻ, ദാസൻ പയ്യന്നൂർ, മുകുന്ദൻ കല്യാശ്ശേരി, PP രാജൻ, സിദ്ദിഖ് അലി മൊഗ്രാൽ, TV ഷീജ, T. അജിത തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ട് കാവിലെ ബാല്യക്കാരും കുടുംബാംഗങ്ങളും ക്ഷേത്രത്തിൽ കൂട്ടപ്രാർത്ഥന നടത്തി. ക്ഷേത്രത്തിലെ കീഴ്വഴക്കങ്ങൾ പരിപാലിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് കൂട്ടപ്രാർത്ഥനാ യജ്ഞം നടത്തിയത്. കുഞ്ഞിമംഗലം മല്ലിയോട്ട് പാലോട്ടുകാവിലെ നൂറുകണക്കിന് ബാല്യക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ക്ഷേത്രത്തിൽ കൂട്ടപ്രാർത്ഥന നടത്തി. ക്ഷേത്ര കീഴ്വഴക്കങ്ങൾ പരിപാലിക്കപ്പെടുന്നതിനും ക്ഷേത്രത്തിലെ ബാല്യക്കാരുടെ അധികാര അവകാശങ്ങൾ സംരക്ഷിച്ച ക്ഷേത്രത്തിന്റെ പൂർവ്വകാല സ്ഥിതി പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനും വേണ്ടിയാണ് കൂട്ടപ്രാർത്ഥനായജ്ഞം നടത്തിയത്. കാവിലെ സമുദായ കൂട്ടായ്മ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെ ചില ബാഹ്യശക്തികൾ നടത്തുന്ന ഇടപെടലുകളും ക്ഷേത്ര കീഴ്വഴക്കങ്ങളെ അട്ടിമറിച്ച് ക്ഷേത്രത്തിന്റെ ഭരണപരിധിയിലുള്ള നാലൂരിലെ സമുദായിമാർ നടത്തുന്ന അധികാര ദുർവിനിയോഗവും വിശ്വാസികളിൽ ഏറെ ആശങ്കയുണ്ടാക്കുന്നതായും തങ്ങളുടെ ആശങ്കകൾക്ക് തക്കതായ പരിഹാരം കാണുവാനാണ് കൂട്ടപ്രാർത്ഥന നടത്തിയതെന്നും V. രമേശൻ, VV സുരേശൻ, കൃഷ്ണൻ കാവിനരികത്ത്, ബാലൻ പോള, വേണു മാണിയിൽ, K. പവിത്രൻ, ജനാർദ്ദനൻ എന്നിവർ അറിയിച്ചു. വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായ പരിക്കേറ്റ കാനായി മണിയറയിലെ
കോഡൂർ വീട്ടിൽ സജീഷ് കുമാർ മംഗലാപുരത്ത് ചികിത്സയിലാണ്. നിർധന കുടുംബാംഗമായ സജീഷിന്റെ ചികിത്സാ ചിലവിനുള്ള പണം കണ്ടെത്തുന്നതിനായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഉദാരമതികൾ സഹായിക്കുമെന്നും പ്രതീക്ഷയിലാണ് സജീഷും കുടുംബവും. മണിയറ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന കാനായി സൗത്തിലെ കോഡൂർ വീട്ടിൽ സജീഷ് കുമാർ വാഹനാപകടത്തെ തുടർന്ന് ഗുരുതരമായ പരിക്കുകളോടെ മംഗലാപുരത്തെ തേജസ്വിനി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സജീഷ് ഓട്ടോ ഓടിച്ചു മാത്രം കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഈ നിർധന കുടുംബത്തിന് ചികിത്സാ ചിലവ് താങ്ങാൻ പറ്റാത്തതാണ്. സജീഷിന്റെ ചികിത്സാ ചിലവ് കണ്ടെത്തുന്നതിനായി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത രക്ഷാധികാരിയായും വാർഡ് കൌൺസിലർ P ഭാസ്കരൻ ചെയർമാനായും KV മനോജ് കുമാർ കൺവീനറുമായി ജനകീയ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അക്കൗണ്ട് നമ്പർ 341400000622 ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, IFS കോഡ് IOBA 0003574, ബ്രാഞ്ച് IOBA ചന്തപുര. മറ്റൊരു അക്കൗണ്ട് നമ്പർ കോറം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ബ്രാഞ്ച് തോട്ടംകടവ്. അക്കൗണ്ട് നമ്പർ 1476 എന്നീ അക്കൗണ്ട് നമ്പറുകളിൽ ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ലഭ്യമാക്കണമെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. VV ഗിരീഷ്, P രവീന്ദ്രൻ, KV മനോജ് കുമാർ, P ഭാസ്കരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 60 വർഷത്തെ സ്വപ്ന സാഫല്യം. ചെറുപുഴ പഞ്ചായത്തിലെ ഇരുട്ടുതോട് മരുതുമ്പാടി റോഡ് യാഥാർത്ഥ്യമായി. നവീകരിച്ച ഇരുട്ടുതോട് മരുതുമ്പാടി റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KK ജോയി നിർവഹിച്ചു. 60 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ചെറുപുഴ പഞ്ചായത്തിലെ ഇരുട്ടുതോട് മരുതുമ്പാടി റോഡ് യാഥാർത്ഥ്യമായി. ചെറുപുഴ പഞ്ചായത്തിലെ 12ാം വാർഡിലൂടെ കടന്നുപോകുന്ന റോഡ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 33 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. ഇതോടെ പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിന് പരിഹാരമായി. നേരത്തെ ഇവിടെ നിന്നുള്ള രോഗികളെ ഉൾപ്പെടെ കസേരയിൽ ചുമന്ന് തിരുമേനിയിൽ എത്തിച്ച ശേഷം വാഹനത്തിൽ കയറ്റി വേണം ആശുപത്രിയിൽ എത്തിക്കാൻ. ഗതാഗത സൗകര്യം ഇല്ലാതായതോടെ ഒട്ടേറെ കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറിയത്. ശേഷിക്കുന്നവരെ ഇവിടെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ ഘട്ടങ്ങളിലായി റോഡ് നവീകരണം പൂർത്തീകരിച്ചത്. നവീകരണം പൂർത്തിയായ റോഡ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KK ജോയി ഉദ്ഘാടനം ചെയ്തു. 60 വർഷത്തെ ചരിത്രം ഈ റോഡിനുണ്ട്. 60 വർഷത്തെ. ഏതായാലും ഞാനല്ലാതെ ആര് വന്നാലും റോഡ് ശരിയാവും, ഇന്നല്ലെങ്കിൽ നാളെ ശരിയാവും. ഏതായാലും ഇതിവിടെ എത്തിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. അത് ഈ നിൽക്കുന്ന ജനങ്ങളുടെ കരുത്ത് കൊണ്ടാണ്. അവരുടെ ചോദ്യം അത് നമുക്ക് ഇടപെടാൻ പറ്റിയെന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം ജോസഫ് മുള്ളൻമട അധ്യക്ഷനായി. VG ശ്രീനിവാസൻ, മേക്കലാത്ത് അപ്പച്ചൻ, മേക്കലാത്ത് ജെമിനി, കുര്യാച്ചൻ പ്ലാത്തോട്ടം എന്നിവർ സംസാരിച്ചു. തുടർന്ന് പായസ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി ക്ഷീര കർഷകർക്കുള്ള ഇൻസെന്റീവ് വിതരണോദ്ഘാടനം മുതിയലത്ത് നടന്നു. T മധുസൂദനൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ക്ഷീരകർഷകർക്കുള്ള 2023-24 വർഷത്തെ ഇൻസെന്റീവ് വിതരണോദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. T ശ്രീജിത്ത്, T ചന്ദ്രമതി, P ലത, KM ചന്തുക്കുട്ടി, M അമ്പു, M ചന്ദ്രൻ, A കിഷോർ കുമാർ, KP പ്രകാശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ആദര സമ്മേളനം നടന്നു. പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായി ആദര സമ്മേളനം നടന്നു. പൂരക്കളി കലാ അക്കാദമി സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നേടിയ AV കണ്ണൻ പണിക്കർ, 6ാമത് നാഷണൽ മാസ്റ്റേഴ്സ് ഗെയിംസ് യോഗാസന ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനവും ഗോൾഡ് മെഡലും സ്വന്തമാക്കിയ സജിത്ത് V, പഴയകാല പൂരക്കളി കലാകാരന്മാർ എന്നിവരെ ആദരിച്ചു. കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം പൂരക്കളി കമ്മിറ്റി സംഘടിപ്പിച്ച മെഗാ പൂരക്കളി, ക്ഷേത്രം വനിതാ കമ്മിറ്റി സംഘടിപ്പിച്ച മെഗാ തിരുവാതിര എന്നിവ അരങ്ങേറി. K സനേഷ്, തൈവളപ്പിൽ നാരായണൻ, V സോമൻ പണിക്കർ, P വിനോദ്, രജനി ജോയ്, P രാജേഷ്, KV ഭരതൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം ശ്രീരാമവിലാസം LP സ്കൂൾ പൂമരം 2024 പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ശ്രീരാമവിലാസം LP സ്കൂൾ
പൂമരം 2024 പൂർവ്വ വിദ്യാർത്ഥി സംഗമം മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമൻ മാരാർ അധ്യക്ഷത വഹിച്ചു. കവിയും ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറിയുമായ കൃഷ്ണൻ നടുവലത്ത് മുഖ്യാതിഥിയായി. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാരെ ചടങ്ങിൽ ആദരിച്ചു. ടി രമേശൻ, പ്രഥമാധ്യാപിക KV പ്രേമലത, പപ്പൻ ചെറുതാഴം, KM ദിവാകരൻ മാസ്റ്റർ, P കമലാക്ഷി, ലതീഷ് പുതിയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ BMLP സ്കൂൾ 126ാം വാർഷികം വിപുലമായ പരിപാടികളോടെ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ BMLP സ്കൂൾ 126ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ഒരു വിദ്യാർത്ഥി വളരെ ചെറിയ പ്രായത്തിൽ 3-4 വയസ്സ് പ്രായമാകുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വരികയാണ്. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രായമാണ് പ്രീ പ്രൈമറിയിലേക്ക് കടന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. കർശനമായിട്ടുള്ള അച്ചടക്കത്തോടുകൂടി ഏറ്റവും നല്ല നിലയിലേക്കുള്ള പഠന രീതികളോടുകൂടി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാമത്സരങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ ടീച്ചർ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. പ്രഥമാധ്യാപിക ലസിത സാമുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV വിനീഷ് അധ്യക്ഷനായി. U രതീഷ്, വാർഡ് കൗൺസിലർ മണിയറചന്ദ്രൻ, പയ്യന്നൂർ AEO PP രത്നാകരൻ, BPC KC പ്രകാശൻ, റോബർട്ട് ജോൺ, രമ്യ അനൂപ്, റീന ഷേർലി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ 2 ദിവസത്തെ സെക്കുലർ ഫെസ്റ്റ് തുടങ്ങി. കോളേജ് ഭരണസമിതി ചെയർമാൻ IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 5, 6 തീയതികളിൽ കോളേജിൽ നടക്കുന്ന സെക്കുലർ ഫെസ്റ്റിന്റെ ഭാഗമായി സെക്കുലർ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കോളേജിൽ നടന്ന പരിപാടി കോളേജ് ഭരണസമിതി ചെയർമാൻ IV ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി M ആകാശ് അധ്യക്ഷത വഹിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ C അർജുൻ, പ്രിൻസിപ്പൽ ഡോക്ടർ പ്രസീദ് KM, സ്റ്റാഫ് അഡ്വൈസർ KU ബിജിത, KCEU യൂണിറ്റ് സെക്രട്ടറി സജേഷ് M, തേജസ് തുടങ്ങിയവർ സംസാരിച്ചു. ബീഫ്, മട്ടൻ തുടങ്ങിയ വിഭവങ്ങൾ പ്രധാനമായും ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഭക്ഷണ വിഭവങ്ങൾ ഫുഡ് ഫെസ്റ്റിന്റെ ശ്രദ്ധയാകർഷിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്ര കളിയാട്ടത്തോടനുബന്ധിച്ച് വലിയവട്ടളം പായസം തയ്യാറാക്കി. നാടിന്റെ ആകെ വലിയൊരു ആഘോഷമാണ് വലിയവട്ടളം പായസം. നിരവധി പേരുടെ ശ്രമഫലം ഇതിന്റെ പിന്നിലുണ്ട്. കുണിയൻ ശ്രീ പറമ്പത്ത് ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് വലിയവട്ടളം പായസം തയ്യാറാക്കി. കലശാട്ട് ദിവസങ്ങളിൽ എല്ലാ വർഷവും വലിയവട്ടളം പായസം തയ്യാറാക്കുന്നുണ്ട് എങ്കിലും കളിയാട്ടത്തിന്റെ അന്ന് ക്ഷേത്രം സ്ഥാനികരും 14ഓളം കമ്മിറ്റികളും ബാല്യക്കാരും ചേർന്ന് എല്ലാ വീടുകളിൽ നിന്നും അരിയും ശർക്കരയും മറ്റ് വിഭവങ്ങളും സ്വീകരിച്ചുകൊണ്ട് നാടിന്റെ ഒരുമ വിളിച്ചോതുന്ന ചടങ്ങായി മാറുകയാണ് വലിയവട്ടളം പായസം വിതരണം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മൂരിക്കോവൽ ശ്രീ മുത്തപ്പൻ മടപ്പുര ദേവസ്ഥാനം പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്. മൂരിക്കോവൽ ശ്രീ മുത്തപ്പൻ മടപ്പുര ദേവസ്ഥാനം പ്രതിഷ്ഠാദിന തിരുവപ്പന മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്. സമാപന ദിവസം പുലർച്ചെ 6 മണിയോടെ മുത്തപ്പൻ വെള്ളാട്ടത്തിൻ്റെയും തിരുവപ്പനയുടെയും പുറപ്പാട് നടന്നു. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു. നിരവധിയായ ഭക്തജനങ്ങളാണ് മഹോത്സവത്തിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബി.ജെ.പി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം പയ്യന്നൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ബി.ജെ.പി. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ നിർവഹിച്ചു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കൊലപാതകം ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് MSF കണ്ണൂരിൽ നടത്തിയ DIG ഓഫീസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃക്കരിപ്പൂരിൽ മാർബിൾ തൊഴിലാളികൾ താമസിക്കുന്ന വീട് കുത്തിത്തുറന്ന് 75,000 രൂപ കവർന്നു. പണം നഷ്ടമായത് തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിനടുത്ത് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന രാജസ്ഥാൻ സ്വദേശികളുടെ. ഉത്തരമലബാറിലെ പ്രധാന കാവുകളിലൊന്നായ അന്നൂർ തലയന്നേരി പൂമാലക്കാവിൽ പൂരോത്സവത്തിന് തുടക്കം കുറിച്ച് വലിയ കഞ്ഞി നിവേദ്യം. നിവേദ്യം വടക്കൻ കേരളത്തിലെ കാവുകളിൽ മറ്റെങ്ങും കാണാൻ കഴിയാത്ത ചടങ്ങ്. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.